ദേവ് കാത്തുവിൻ്റെ റൂമിലേക്ക് വന്നതും അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് നോക്കി. പിന്നെ അടുത്ത് കിടക്കുന്ന തലയണെടുത്ത് അവളുടെ മുഖത്തമർത്തി പിടിച്ചതും അവൾ കുതറി. അവളുടെ മരണപരാക്രമം അവൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ ചവിട്ട് അവൻ്റെ കയ്യിൽ പതിഞ്ഞതും അവൻ്റെ ശ്രദ്ധ അവളുടെ വയറിലേക്ക് പതിഞ്ഞു. തെന്നിമാറിയ സാരിയുടെ മറയിലൂടെ കുഞ്ഞിൻ്റെ ചലനം കണ്ടതും അവൻ കൈ വയറിലേക്ക് ചലിച്ചു. ഈ സമയം കാത്തു ആഞ്ഞു ശ്വാസമെടുത്ത് ദേവിനെ തട്ടിമാറ്റി അലറി, യാദവേട്ടാ. കാത്തുവിൻ്റെ അലർച്ച കേട്ടതും യാദവ് റൂമിലേക്ക് തിരിഞ്ഞോടി. ദേവി ഈ സമയം റൂമിൽ നിന്ന് ഓടിയതും യാദവ് റൂമിലേക്ക് കയറി വന്നു. എന്താ കാർത്തു, എന്തു പറ്റി? അയാളെന്നെ കൊല്ലാൻ നോക്കി. ആര്? ദേവേട്ടൻ. യാദവ് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും കാർത്തു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നെ ഒറ്റക്കാക്കി പോവല്ലേ, എനിക്ക് പേടിയാ. ഇല്ലടാ, ഞാൻ പോകുന്നില്ല, എന്നെ മുറുക്കെ പിടിക്കൂ. യാദവ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ അവനിലേക്ക് ചേർന്നിരുന്നു. കാർത്തു, ഹോസ്പിറ്റൽ പോണോ? വേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. എന്നെ ഒറ്റക്കാക്കി എങ്ങോട്ടും പോവല്ലേ. ഇല്ല, നീ ഉറങ്ങിക്കോ. നമുക്ക് ഒന്നും വേണ്ട ഏട്ടാ, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. നാളെ കൂടെ കഴിയട്ടെ, ഇപ്പം നീ ഉറങ്ങിക്കോ. കാത്തുറക്കത്തിലേക്ക് പോയെന്ന് കണ്ടതും യാദവ് അവളെ നേരെ കിടത്തി. പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ദേവിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. ശിവേട്ടാ, നീ എന്താ ഇവിടെ? ഞാൻ നന്ദുവിനെ കാണാൻ. അവൾ അകത്തുണ്ട്. അതെ, എന്താ? ഞാൻ ഒരു ആപ്ലിക്കേഷൻ തന്നാ അത് ആക്സെപ്റ്റ് ചെയ്യുമോ? എന്താ ആപ്ലിക്കേഷൻ? അതാദ്യം പറ. ഈ കൈ കൊണ്ടൊരു താലി എനിക്ക് തരുമോ? അവൻ ദേഷ്യത്തിൽ അവളെ നോക്കിയതും അവൾ അകത്തേക്ക് ഓടി. പെണ്ണ് കൊള്ളാം, പക്ഷേ കുരുത്തക്കേട് കൂടുതലാണെന്ന് തോന്നുന്നു. നോക്കാം ഏതുവരെ പോകുമെന്ന് ശിവ മനസ്സിലോർത്തു. ഈ സമയം ശിവയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നതും അവനത് വായിച്ചു. പിന്നെ സമയം കളയാതെ യാദവിൻ്റെ തറവാട്ടിലേക്ക് വണ്ടിയെടുത്ത് പാഞ്ഞു. യാദവേട്ട, എന്താ ഇവിടെ നിറയെ ആളുകൾ? മുത്തശ്ശി മരിച്ചു. എന്താ പറഞ്ഞത്? ആരോ കൊന്നതാ. യാദവ്, നിങ്ങളാണോ? പെട്ടെന്നൊരു പോലീസുകാരൻ വന്നതും കാർത്തും യാദവും അയാളെ നോക്കി. അതെ, എന്താ? തങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്. ഞാനതിനെന്ത് ചെയ്തു? ഇവിടുത്തെ മുത്തശ്ശിയെ കൊന്നതിന്. അതിനെന്ത് തെളിവാ നിങ്ങളുടെ കയ്യിൽ? അത് പറ. പെട്ടെന്ന് ശിവയുടെ ശബ്ദം കേട്ടതും പോലീസുകാർ അവനെതിരെ ചാടി. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നീ ആരടാ ചക്ക? സാറേ, ഈ സാറാണ് പുതിയ SI. ഇപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അത് സാറേ, ഞാൻ. ആരാ ഇവനെതിരെ മൊഴി കൊടുത്തത്? അത് ഇവിടുത്തെ സേതു സാറും പ്രതാപൻ സാറുമാണ്. നിങ്ങളിപ്പോൾ പോ, പിന്നെ തെളിവ് കിട്ടിയിട്ട് മതി അറസ്റ്റ്. മനസ്സിലായോ? മനസ്സിലായി. യാദവ്, ആരാ കൊന്നതെന്ന് നിനക്കറിയോ? ഇല്ലടാ, കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടതാ ആളെ. ആരാ അത്? ദേവ് പറഞ്ഞു നിർത്തിയതും ശിവയുടെയും യാദവിൻ്റെയും മുഖത്തേക്ക് നോക്കി. എന്നാൽ ദേവ് തെളിവായി ഫോണിലെ വീഡിയോ ഓണാക്കിയതും യാദവ് ദേഷ്യം കൊണ്ട് വിറച്ചു. അതുപോലെ തന്നെ ദേവും. പക്ഷേ ഈ സമയമെല്ലാം ശിവയുടെ ശ്രദ്ധ യാദവിൻ്റെ മൂക്കിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളിയിലായിരുന്നു. യാദവ്, നീ ഇങ്ങോട്ട് വന്നേ. പറ്റില്ല, അയാളെ ഞാൻ കാണണം. നിന്നോട് വരാനാ പറഞ്ഞത്. ശിവ അവനെ വലിച്ചുകൊണ്ട് നടന്നതും യാദവ് അവൻ്റെ കൈ തട്ടി മാറ്റി. എന്താടാ നിനക്കറിയേണ്ടത്? ഇതെന്താ? എനിക്കറിയില്ല, ചിലപ്പോൾ ടെൻഷൻ അടിച്ചപ്പോൾ വന്നതാവും. നിർത്തടാ, പോലീസുകാരനോട് തന്നെ കള്ളം പറയണം നീ. ശിവ, നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോൾ അറിയണം. എന്താ നിനക്കറിയേണ്ടത്? ഈ ബ്ലഡ് വരുന്നതിൻ്റെ കാരണമോ? എന്ന കേട്ടോ, ബ്ലഡ് ക്യാൻസർ, അതും തലക്ക്. കുറച്ചു കാലം പോലും ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് സംശയമാ. ദിവസങ്ങൾ എണ്ണിയാ കഴിയുന്നത് തന്നെ. മതിയോ അറിഞ്ഞത്? യാദവ്, എന്തൊക്കെയാ പറയുന്നത്? ശിവ, ഞാൻ പറഞ്ഞത് സത്യം. ഇനി കുറച്ച് ദിവസം ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവും. അതിനു മുൻപ് കാത്തുവിന് നേരെ നിൽക്കുന്ന ശത്രുക്കളെ നീക്കം ചെയ്യണം. അതുപോലെ ഇതെല്ലാം അവളുടെ കയ്യിൽ ഏൽപ്പിക്കണം. പിന്നെ എനിക്ക് സമാധാനത്തോടെ പോവണം ഈ ലോകത്ത് നിന്ന്. യാദവ്, ശിവ, നീ കരയാണോ? ഭൂമി ഓരോരുത്തർക്ക് ഓരോ സമയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്കുണ്ട്. അത് പക്ഷേ കുറച്ച് നേരത്തെയായി. പിന്നെ ഹോസ്പിറ്റൽ പോവാനൊന്നും എന്നെ വിളിക്കണ്ട. ഞാൻ എങ്ങോട്ടുമില്ല. കുറേ കയറി ഇറങ്ങിയതാ അവിടെയൊക്കെ. പക്ഷേ എല്ലാവരുമൊക്കെ ഒഴിഞ്ഞു. ഇനി നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. പെട്ടെന്ന് യാദവ് വീഴാൻ പോയതും ശിവ അവനെ പിടിച്ചു. എന്താ യാദവ്, എന്തു പറ്റി? തല കറങ്ങുന്നത് പോലെ. ചെറുതായി വേദനയും വരുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ പോവാം. ഹോസ്പിറ്റൽ പോയിട്ടൊരു കാര്യവുമില്ല. പിന്നെ എൻ്റെ ബാഗിൻ്റെ സൈഡിൽ ഗുളികയുണ്ട്, അതെടുത്തു വാ. ഈ അവസ്ഥയിൽ കാർത്തുവിൻ്റെ അടുത്തേക്ക് പോയാൽ അവൾക്ക് സംശയമാവും. വേഗം എടുത്തിട്ട് വാ.
കാർത്തു എന്താ എന്നെ പേടിയോടെ നോക്കുന്നത്? നിങ്ങൾക്കെന്താ പെട്ടെന്നൊരു മനംമാറ്റം? ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റാ. അതിന് നിനക്കെന്ത് ശിക്ഷയും എനിക്ക് തരാം. പിന്നെ ഇനി എന്നെ പേടിപ്പിക്കണ്ട. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഞാനൊന്ന് തൊട്ട് നോവിക്കില്ല. അത് ഈ ദേവ് നിനക്ക് തരുന്ന വാക്കാ. ദേവ് അത് പറഞ്ഞു പോയതും ശിവ റൂമിലേക്ക് വന്നു. ശിവേട്ട, യാദവേട്ടൻ അവൻ അവിടെയുണ്ട്. പിന്നെ മോള് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ശിവ വേഗം ഗുളികയെടുത്ത് യാദവിൻ്റെ അടുത്തെത്തിയതും അവനെ കൊണ്ട് കഴിപ്പിച്ചു. പെട്ടെന്ന് അവൻ്റെ കണ്ണടഞ്ഞു പോയതും ശിവ വാതിലടച്ച് പുറത്തേക്ക് നടന്നു. പ്രതാപ്, എന്താ സാറേ? ഇവിടെ നടന്ന കൊലപാതകത്തിൽ ആരെയെങ്കിലും സംശയമുണ്ടോ? അത് ചോദിക്കാനുണ്ടോ? യാദവായിരിക്കും അല്ലേ? അതെ സാർ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പറ ആരാണെന്ന്. എന്താടോ ഇപ്പം സംശയം മാറിയോ? എന്താടോ മിണ്ടാതെ നിൽക്കുന്നേ? സാറേ അത് പിന്നെ അറസ്റ്റ് ചെയ്യ്. അയാളെ അറസ്റ്റ് ചെയ്ത് ജീപ്പ് കടന്നു പോയതും ശിവ സേതുരാമൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ സേതുരാമ, അയാളെ രക്ഷിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പണമായി എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. അതും 1 കോടി. നീ യാദവിൻ്റെ ആളല്ലേ? പക്ഷേ അവനേക്കാൾ വലുത് എനിക്ക് പണമാ. പണം നിനക്ക് കൂടുതൽ തരാം. പകരം അവനെ നിനക്ക് തീർക്കാൻ പറ്റുമോ? ഈ തറവാടും 2 കോടി രൂപയും അത് തന്ന അവനെൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ തീർക്കും. അവൻ നിന്റെ എല്ലാം ആയിരുന്നല്ലോ. പെട്ടെന്ന് എന്തു പറ്റി അവനെ ഇല്ലാതാക്കാൻ? പണം മനുഷ്യനെ മാറ്റുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ ഇവിടെയും നടന്നു. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. പണം ഇപ്പോൾ എത്തിക്കും, ഇന്ന് വൈകുന്നേരം. എന്നാ അവനെ ഇല്ലാതാക്കുന്നത് ഞാനും ഏറ്റു. അവർ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞതും ശിവ അവരോടെല്ലാം പറഞ്ഞു. അത് നിർത്തിയതും ദേവിതെല്ലാം കേട്ട് ഞെട്ടി നിന്നു. യാദവേട്ട, എന്താ കാർത്തു? എന്തു പറ്റി? എന്താ കിടക്കുന്നത്? ചെറിയ തലവേദന പോലെ. ഇപ്പം മാറി. അല്ല, ശിവ എവിടെ? ആ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. യാദവ്, നീ എന്താ ഇവിടെ? ദേവ്, കാത്തൊന്ന് പുറത്തേക്ക് പോ. അവൾ ഇവിടെ തന്നെ നിന്നാലെന്താ? യാദവ്, നിന്നോട് എനിക്ക് സംസാരിക്കേണ്ടത്. ഞാൻ പുറത്ത് നിൽക്കാൻ യാദവേട്ട. എന്താ നിനക്ക് പറയാനുള്ളത്? ശിവ, അവനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കുക. കഴിഞ്ഞു നിന്റെ സംസാരം? യാദവ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിന്റെ ശത്രുവല്ലേ ഞാൻ? പിന്നെന്തിനാ എന്നോട് വന്ന് പറഞ്ഞത്? യാദവ്, എനിക്ക് തെറ്റുപറ്റി. ഞാൻ തിരുത്താൻ തയ്യാറാ. നീ എന്താ പറഞ്ഞു വരുന്നത്? കാർത്തുവിനെ ഞാൻ എൻ്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടുണ്ട്. അവളെ ഇനി ഞാൻ നുള്ളി നോവിക്കില്ല. യാദവ്, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെയും കാർത്തുവിൻ്റെയും കൂടെ ജീവിക്കണം. നീ പോവാൻ നോക്ക് ദേവ്. യാദവ്, ശിവയെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കാണ്. ദേവൻ്റെ മുൻപിൽ നിന്ന് പോ. ഞാൻ പറയുന്നത് ഇറങ്ങിപ്പോടാ. ദേവി യാദവിനെ നോക്കി ദേഷ്യത്തിൽ പോയതും യാദവ് ശിവയ്ക്ക് കോൾ ചെയ്തു. ശിവ, എനിക്ക് പ്രതാപനെ വേണം. നീ വൈകിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് വാ. അയാളെ ഞാൻ അവിടെ എത്തിക്കാം. ശരി. യാദവ് വെച്ചതും ശിവ സേതുരാമന് കോൾ ചെയ്തു. ഹലോ, യാദവ് വൈകിട്ട് ഫാക്ടറിയിലേക്ക് വരും. പണം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. വേറെ ആരും ഇതേക്കുറിച്ച് അറിയരുത്. ഇല്ല. അയാൾ വെച്ചതും ശിവ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. സോറി യാദവ്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിന്നെ മാറ്റി നിർത്തിയേ എനിക്ക് പറ്റൂ. കാത്തു, എന്താ യാദവേട്ട? പോയി ഡ്രസ്സ് മാറി വാ. നിന്നെ ഞാൻ മഹിയങ്കിളുടെ വീട്ടിലാക്കാം. ഏട്ടനെങ്ങോട്ടാ പോകുന്നത്? ആവശ്യമായൊരു സ്ഥലം വരെ പോവണം. അതെവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. കാത്തു, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയി മാറി വരാൻ നോക്ക്. നിന്നെ അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. യാദവേട്ട, ഇനി എന്താ? ഏട്ടനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാനും ഉണ്ടാവില്ല. അത് ആലോചിച്ചിട്ട് എന്തും ചെയ്തോ. കാത്തു, നിനക്കിനിയും ജീവിതമുണ്ട്. പക്ഷേ ആ ജീവിതം ഏട്ടനൊപ്പം മതി. എനിക്കല്ലാതെ ഇനി പറ്റില്ല. നീ മാറി വാ വേഗം. യാദവൊന്നും പറയാതെ നിറഞ്ഞ കണ്ണാൽ പുറത്തിറങ്ങിയതും കാറിൽ കയറിയിരുന്നു. പെട്ടെന്ന് മൂക്കിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികളിലേക്ക് അവൻ്റെ കൈ പോയതും കാത്തു വരുന്നതിൻ്റെ മുൻപ് തുടച്ചു മാറ്റി. കാത്തു, നിൽക്ക്. നിങ്ങളെ കാണുന്നത് എനിക്ക് പേടിയാ. മാറി നിൽക്ക്. എനിക്ക് പോവണം. നീ പൊയ്ക്കോ. പക്ഷേ അതിനു മുൻപ് ഞാൻ പറയുന്നത് നീ കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ശിവ യാദവിനെ ചതിക്കുവാണ്. പിന്നെ ഇന്ന് ദേവ് കേട്ടതെല്ലാം കാർത്തുവിനോട് പറഞ്ഞതും അവൾ ദേവിനോടൊന്നും പറയാതെ അവൻ്റെ അരികിൽ നിന്ന് കടന്നുപോയി. യാദവേട്ട, എന്തു പറ്റി? എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, പോകാം. മഹിയുടെ വീടിന് മുൻപിൽ കാറ് വന്ന് നിന്നതും യാദവ് കാർത്തുവിനെ ഇറക്കി. ഞാൻ പോവുക ശിവക്കരികിലേക്ക്. നീ പേടിക്കണ്ട. ഞാൻ കാത്തിരിക്കും. അവൻ മറുപടിയൊന്നും പറയാതെ പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാത്തു ചേച്ചി, എന്തു പറ്റി? മഹിങ്കിൽ എവിടെ മോളെ? അകത്തുണ്ട്.
കാർത്തു അകത്തേക്ക് വേഗത്തിൽ നടന്നു. നന്ദു കാര്യമറിയാതെ നിന്നു. ശിവ, നീ ചോദിച്ച പണം മുഴുവനുണ്ടോ? ചോദിച്ചതിൽ കൂടുതലുണ്ട്. അല്ല, പ്രതാപൻ എവിടെ? ഞാനിവിടെ ഉണ്ടളിയ. അല്ല, അവൻ വന്നില്ലേ യാദവ്? ഇപ്പൊ വരും. എന്ന് നമുക്ക് ഇറങ്ങിയാലോ? അവനെ ഇവൻ കൊല്ലുന്നത് എനിക്ക് കാണണം. എന്നിട്ട് നമുക്ക് പോവാം. ഈ സമയം യാദവിൻ്റെ കാറ് വന്നു നിന്നതും സേതുവും പ്രതാപനും അവനെ പുച്ഛത്തോടെ നോക്കി. ശിവ യാദവിനെ നേരെ തോക്ക് ചൂണ്ടിയതും യാദവ് ശിവയെ ഞെട്ടലോടെ നോക്കി. എന്താടാ യാദവ് നീ ഇങ്ങനെ നോക്കുന്നത്? ശിവ, നീ? എനിക്ക് വേണ്ടത് പണമാണ്. അതിവരിൽ നിന്നെനിക്ക് കിട്ടി. നിന്റെ കൂടെ ഇനിയും ഞാൻ നിന്ന എനിക്കൊരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് ഞാനൊരു വാക്കു കൊടുത്തുപോയി, നിന്നെ കൊല്ലാമെന്നുള്ളത്. അതുകൊണ്ട് നിന്നെ ഞാൻ പറഞ്ഞയക്കാം. ശിവ യാദവിന് നേരെ ഷൂട്ട് ചെയ്യാൻ നിന്നതും അവൻ്റെ കയ്യിൽ സേതു തോക്ക് വാങ്ങി പുച്ഛച്ചിരിയോടെ യാദവിനെ നോക്കി. ശിവയുടെ കയ്യിൽ നിന്ന് സേതുരാമൻ തോക്ക് വാങ്ങിയതും യാദവിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താടാ, നിന്റെ കൂട്ടുകാരൻ മറുകണ്ഠം ചാടുമെന്ന് നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അവൻ ചാടിയാലും എൻ്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. മരണം മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും നിന്റെ ദേഷ്യത്തിനൊരു കുറവുമില്ലല്ലോ അല്ലേ? മരിക്കാൻ എനിക്ക് പേടിയില്ല സേതുരാമ. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. നിന്റെ വിശ്വാസം കൊള്ളാം. നിന്നെ ആദ്യം ഇഞ്ചിഞ്ചായി കൊല്ലും, പിന്നെ അത് കഴിഞ്ഞ് അവളെ, ആ കാർത്തികയെയും. പക്ഷെ അവളെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല. കാരണം അവളെ എനിക്കൊന്ന് അനുഭവിക്കണം, ഗർഭിണിയാണെങ്കിൽ കൂടെ. പൊന്ന മോനെ, അവളെപ്പറ്റി നിന്റെ പുഴുത്ത നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അവളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ? അളിയ, ഇവനെ കൂടുതൽ നേരം നിർത്തണ്ട, ചിലപ്പോൾ രക്ഷപ്പെടാൻ നോക്കും. അവനെ കൊന്നേക്ക്, എന്നിട്ട് വേണം ആ പെണ്ണിനെ എനിക്കൊന്ന് ആസ്വദിക്കാൻ. സേതുരാമൻ യാദവിന് നേരെ ഷൂട്ട് ചെയ്തതും അയാൾ ശിവയെ നോക്കി. എന്താ സേതുരാമ, പൊട്ടിക്കുന്നില്ലേ? ഡാ, നീ ഞങ്ങളെ ചതിക്കുമായിരുന്നോ? അത് മനസ്സിലാക്കാൻ ഇത്ര സമയം വേണ്ടി വന്നോ തനിക്ക്? എന്തിനടാ ഈ നാടകം കളിച്ചത്? ദാ, ഈ പണം കിട്ടാൻ. ഇത് പക്ഷേ ഞങ്ങൾക്കല്ല, നീ കാരണം കുറേ പേരുടെ ജീവിതം നശിപ്പിച്ചില്ലേ, അവർക്ക് വേണ്ടി. വേണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. വിടാനോ? എങ്ങോട്ട്? ഈ ഒരവസരത്തിന് വേണ്ടിയാ ഞാൻ ജീവിച്ചത് തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, തൻ്റെ മോൾ. എൻ്റെ മോൾക്കെന്താ? അവളെവിടെയാ? അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം അവൾ സേഫാണ്, അതും ഇവിടെ ഇരുട്ടുമുറിയിൽ. അവളെ വെറുതെ വിട്ടേക്ക്. അവളെ ഞാൻ വെറുതെ വിടും, പക്ഷേ വിടാത്ത ഒരാളുണ്ട്. അവൾ നിന്റെ മോൾക്കുള്ളത് കൊടുത്തോളും. ശിവ, ആ തോക്കിങ്ങോട്ട് താ. ഇല്ല യാദവ്, ഇവരെ കൊല്ലാൻ പോകുന്നത് ഈ ഞാനാ. വേണ്ട, എൻ്റെ കൈ കൊണ്ട് ഇവർ മരിക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ പോലീസ് എത്തും, അവർക്ക് മുൻപിൽ ഞാൻ സറണ്ടർ ആയിക്കൊണ്ട്. പക്ഷെ നീ കാത്തിനൊപ്പം വേണം യാദവ്. മരണം മുൻപിൽ കണ്ടു നിൽക്കുന്ന എനിക്ക് എന്ത് ജീവിതം? നിന്റെ ആവശ്യം എല്ലാവർക്കും ഉള്ളത്. യാദവിൻ്റെയും ശിവയുടെയും ശ്രദ്ധ മാറിയെന്ന് കണ്ടതും സേതുവും പ്രതാപും അവിടെ നിന്ന് ഓടി. യാദവ്, അവർ രക്ഷപ്പെട്ടു. എവിടം വരെ പോകും? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. സേതു, നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു? എല്ലാ വാതിലും ലോക്കാണ്. എന്താ, രക്ഷപ്പെടുന്നില്ലേ? യാദവ്, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്. യാദവ് പ്രതാപിന് നേരെ ഷൂട്ട് ചെയ്യാൻ നിന്നതും സേതുരാമൻ്റെ ശ്രദ്ധ അവിടേക്ക് ഓടി വരുന്ന മഹിയിലേക്കും കാത്തുവിലേക്കും നയനയിലേക്കും പതിഞ്ഞു. മഹി, നീ ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? മഹി, ഞങ്ങളെ വെറുതെ വിടാൻ പറ. വെറുതെ വിടാനോ? നിങ്ങളെയോ? പെട്ടെന്ന് പ്രതാപൻ താഴെ കിടന്ന് ചില്ലെടുത്ത് കാത്തുവിൻ്റെ കഴുത്തിലേക്ക് ആക്കി വെച്ചതും എല്ലാവരും ഞെട്ടി. ഇനി ഞങ്ങളെ കൊല്ലാൻ പാടാ. അവളെ വിട്. ഞങ്ങളുടെ രക്ഷ ഇവളുടെ ജീവനിലാണിപ്പോൾ. ഇവളെ ഞാൻ കൊല്ലണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവാനുള്ള വഴി തുറക്ക്. യാദവേട്ട, എനിക്ക് മരിക്കാൻ പേടിയില്ല. നമ്മുടെ അച്ഛൻ അമ്മമാരെ കൊന്നവരായി ഇവരിനി ജീവനോടെ വേണ്ട. പെട്ടെന്നൊരു റൂമിൽ നിന്ന് ഗീതുവിന് നയന വലിച്ചുകൊണ്ട് വന്നതും സേതു മോളെ നോക്കി. മോളെ ഗീതു. അച്ഛ, എന്നെ രക്ഷിക്ക് ഇവളുടെ കയ്യിൽ നിന്ന്. നയനയെ ചൂണ്ടി അവൾ പറഞ്ഞതും അയാൾ അവളെ നോക്കി. എന്നെ അറിയില്ലേ തനിക്ക്? അറിയാൻ വഴിയില്ല. താൻ പിച്ച് ചീന്തിയ കുറേ പേരിൽ ഒരുവൾ നിങ്ങളുടെ മകളുടെ വാക്ക് കേട്ട്. അയാൾ നിന്ന് വിയർക്കാൻ തുടങ്ങിയതും നയനയുടെ കൈകളിലുള്ള കത്തി അയാളുടെ വയറിലേക്ക് തുളഞ്ഞു കയറി. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിയതും നയന ചിരിയോടെ നിന്നു. നയന മോളെ, എന്താ ചെയ്തത്? ഈ ഒരവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പെട്ടെന്ന് അയാളുടെ വയറ്റിലെ കത്തി ഊരിയെടുത്ത് പ്രതാപന്റെ നെഞ്ചിലേക്കും കുത്തിയിറക്കിയതും അവൾ കണ്ണടച്ചു നിന്നു. മോളെ നയന. ഏട്ടാ, ഇയാളെ കൊല്ലാനാ ഞാൻ കാത്തിരുന്നത്. പിന്നെ അയാളെയും കൂടെ കൊന്നത് എൻ്റെ ഏട്ടനു വേണ്ടിയാ.
ഏട്ടൻ കാത്തു ചേച്ചിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. ഗീതു കരച്ചിൽ അവിടെ മുഴങ്ങിക്കേട്ട് നിന്ന് നയന പുച്ഛിച്ച് ചിരിച്ചു. പെട്ടെന്ന് പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ടതും അവൾ കാത്തുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഏട്ടനും ചേച്ചിയും സന്തോഷത്തോടെ ജീവിക്കണം. ശിവേട്ട, ഇന്നലെ നീ എന്താ പറഞ്ഞത്? എൻ്റെ കൈ കൊണ്ടുള്ള താലിയല്ലേ? ശിവേട്ടനെ കണ്ടപ്പോൾ ആ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തരാൻ നല്ല ശരീരം എനിക്കില്ല. പിന്നെ എന്നെ ഓർത്ത് വിഷമിക്കരുത്. ശിവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ കൂടെ കൂട്ടണം. എന്നിട്ട് എന്നെ കാണാൻ വരണം. ഞാൻ കാത്തിരിക്കും. എല്ലാവരോടും യാത്ര ചോദിക്കുക. ആരും എന്നെ കാണാൻ വരരുത്. ശിവേട്ട, എന്നെ ഏട്ടൻ തന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവോ? എൻ്റെ ആഗ്രഹം. അവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളെ കെട്ടിപ്പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. പിന്നെ ശിവന് നേരെ ഒരു പോലീസുകാരൻ വിലങ്ങ് നീട്ടിയതും അവൻ അയാളെ നോക്കി. അവൾ അവന് നേരെ കൈ നീട്ടിയതും അവനില്ലെന്ന് തലയാട്ടി. ശിവേട്ടൻ്റെ കൈ കൊണ്ടുള്ള താലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഭാഗ്യമില്ലതിന്. പകരമായി ഈ വിലങ്ങെങ്കിലും ഏട്ടൻ്റെ കൈ കൊണ്ട് എനിക്കണിയണം. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാൽ അവനെ നോക്കി പറഞ്ഞതും അവൻ കണ്ണു തുടച്ച് വിലങ്ങണിയിച്ചു. അവൾ പിന്നെ മരിച്ചു കിടക്കുന്നവരെ നോക്കി, എല്ലാവരെയും നോക്കി. ശിവയ്ക്കൊപ്പം നടന്നു നീങ്ങി. ഈ സമയം അവൻ്റെ കൈ അവളുടെ കൈയിൽ മുറുകി. അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി. വണ്ടിയിൽ കയറാൻ നിന്നതും അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ സമയം യാദവ് തലാമർത്തി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു.